നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് ഒരു 3-4 ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തെടുത്തൊരു വ്ളോഗാണ്. അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചത്, എങ്ങനെയാണ് ഞാൻ അതിൽ പൂജകളൊക്കെ ചെയ്ത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നത് വിനായക ചതുർത്ഥി ദിവസം വരുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഒരു ദിവസം വേണമെങ്കിലും ഇങ്ങനെ വിനായകനെ വെച്ചിട്ട് പൂജിക്കാം, ഇല്ലെങ്കിൽ 3 ദിവസം പൂജിക്കാം, അല്ലെങ്കിൽ 11 ദിവസം പൂജിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 3 ദിവസമാണ് നമ്മൾ ഈ വിനായകനെ വെച്ചിട്ട്, അതായത് നമ്മൾ ഗണപതിനെ വെച്ചിട്ട് പൂജിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ക്ലേ ഗണപതിനെയാണ് വെക്കേണ്ടത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല കേട്ടോ. അതിന് വേണ്ടി ഞാൻ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇപ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 3 ദിവസമാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വെച്ചിട്ട് തിങ്കളാഴ്ചയാണ് നമ്മളത് വീട്ടിൽ നിന്ന് നിമജ്ജനം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ദിവസം നമ്മുടെ വിനായകന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കടകളിൽ കയറിയിട്ട് വേണ്ടതൊക്കെ വാങ്ങുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് കുറേ ഫുഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നിവേദ്യമായിട്ട് വെക്കുന്ന ഫുഡാണ് കേട്ടോ. ഫുഡ് കണ്ടിട്ട് ആളുടെ കണ്ണ് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാവണം എന്നാണ് പറയുന്നത്. അതായത് ഗണപതിനെ നമ്മൾ അമ്മയായ പാർവതി ദേവിയുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ നമ്മൾ എത്ര ദിവസമാണോ നമുക്ക് വേണ്ടത്, അതായത് ഗണപതിനെ നമുക്ക് എത്ര ദിവസമാണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പാർവതി ദേവിയുടെ ആ ഒരു സമ്മതത്തോടു കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ പാർവതി ദേവീൻ്റെ അടുത്ത്, അതായത് അമ്മയുടെ അടുത്ത് ഈ അനുവാദം ചോദിച്ചത് ഒരു 3 ദിവസത്തേക്കായിരുന്നു. അപ്പോൾ എൻ്റെ 3 ദിവസത്തേക്ക് വരുമ്പോൾ കുഞ്ഞിനെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ഒരു കുറവും ഇല്ലാതെ എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നോക്കിയിട്ട് തിരിച്ച് പറഞ്ഞയക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം വരുന്നത് കേട്ടോ. നമ്മൾ ഈ നിവേദ്യം വെക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതൊന്നും വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ ദൈവത്തിന് ചെയ്യുന്നതല്ലേ. അങ്ങനെ ഞാൻ പുറത്തുനിന്നാണ് സാധനങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തത് വാങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, കൊല്ലത്ത് വരുമ്പം ഈ ടൗണിൽ വരുമ്പോൾ ഞങ്ങൾ ഈ പള്ളിയിൽ കയറാറുണ്ട്. പള്ളിയിൽ കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കൊല്ലം ടൗണിലാണ് എല്ലാ സാധനങ്ങളും ഒത്തു നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണല്ലോ. അപ്പം ഞങ്ങൾ വന്ന് കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്ന് നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പറയുക, കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിൽ യേശുവിനെയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ അടുത്ത കടകളിലേക്ക് ഓരോന്ന് വാങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3 ദിവസത്തേക്ക് നമ്മൾ 2 നേരം വെച്ചിട്ടാണ്, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ആണ് പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ശനിയാഴ്ച രാവിലെയും വൈകിട്ടും പൂജയുണ്ട്, ഞായറാഴ്ച രാവിലെ പൂജയുണ്ട്. ഞായറാഴ്ച രാവിലെ നമ്മൾ പൂജ ചെയ്തിട്ട് ഞായറാഴ്ച വൈകിട്ട് നമ്മൾ നിമജ്ജനം ചെയ്യും. അതായത് നമ്മളിങ്ങനെ കടലിൽ ഒഴുക്കി കളയുകയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ ആ ഒരു ക്ലേ പോകണം. അതായത് നമ്മൾ വീട്ടിലേക്ക്, അതായത് അമ്മേൻ്റെ അടുത്തേക്ക്, പാർവതി ദേവിയുടെ അടുത്ത് തിരിച്ചയക്കുന്നു എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയും പൂജകളും നിവേദ്യങ്ങളാണ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാത്രിത്തേക്ക് ഞാൻ ഫുഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് വേണ്ട ഫുഡൊക്കെ വാങ്ങി, കൂടെ ഇവിടെ തൊട്ടടുത്ത് ചേർന്നിട്ട് ഇങ്ങനെ ഒരു എന്താ ലേഡീസ് സ്റ്റോർ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കമ്മലൊക്കെ ഒന്ന് നോക്കിയത് 1-2 ഞാൻ വാങ്ങി, വേറെ ഒന്നും അങ്ങനെ വാങ്ങിയില്ല. കാരണം ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 48 ദിവസം ഞാൻ വ്രതം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വെജ് കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഞങ്ങൾ പിന്നെ അവിടെ കയറിയത്. അപ്പം നാരും ഈ 3 ദിവസത്തേക്ക്, അതായത് ഈ വിനായക ചതുർത്ഥീനെ ആ ഉള്ളൊരു 3 ദിവസം പൂജ ചെയ്യുന്നത് കൊണ്ട് നാരും 3 ദിവസം വ്രതം എടുത്തിട്ടായിരുന്നു കേട്ടോ നിന്നത്. അപ്പോൾ അവിടുന്ന് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും കൂടെ ഒക്കെ വാങ്ങണം, എന്നിട്ട് വീട്ടിലേക്ക് പോവുക. ഇതാണ് ഉദ്ദേശം. പച്ചക്കറി നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ, അത് നിവേദ്യം വെക്കാനല്ല. വീട്ടിലേക്ക് കുറച്ച് ഒന്നും ഇല്ലല്ലോ. ഇപ്പം നമുക്ക് മീൻകറിയൊക്കെ ആണെങ്കിൽ വേറെ ചോയ്സ് നോക്കേണ്ട കാര്യമില്ല, മീൻകറി വെച്ചാൽ മതി. അപ്പോൾ ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ കുറേ ചോയ്സസ് ഉണ്ട് കേട്ടോ. അപ്പം തപ്പിയെടുക്കാൻ കുറച്ച് പാടാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ മിനി വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാവുന്നതാണ്, ഞങ്ങളുടെ നൈറ്റ് ഒരു യാത്രയുണ്ട്. അത് ഈ ഡെപ്പോസിറ്റ് മെഷീനിലേക്ക് വരാനാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. ഇതിപ്പം വെള്ളിയാഴ്ച ദിവസത്തേക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂവ്, പിന്നെ അതേപോലെ പലചരക്ക്, പിന്നെ ഒരു ചെറിയ വിളക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓയിൽ, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് എടുക്കാൻ പാടില്ല, എല്ലാം പുതിയതായിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓൾറെഡി പ്ലാനിങ് ഉണ്ട് എന്തൊക്കെയാണ് 3 ദിവസത്തേക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ മസാല ദോശയും പൂരിയാണ് ഞങ്ങൾക്ക് വാങ്ങിയത്. ഇത് ഞങ്ങളുടെ പട്ടിക്കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കാണ് കേട്ടോ. അവർക്ക് കയറുമ്പോൾ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ. അപ്പോൾ 3 ദിവസമാണ് പൂജയുള്ളത്. അപ്പോൾ ഇത് ഞാൻ വ്യാഴാഴ്ച ദിവസം എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ എൻ്റെ പൂജ ഒരു വിളക്കും കാര്യങ്ങളൊക്കെ കഴിവാറുണ്ട് കേട്ടോ. കാരണം വെള്ളിയാഴ്ച ദിവസത്തേക്ക് എല്ലാം ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ രാവിലെ 4 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് വിളക്ക് കത്തിക്കാറുണ്ട് അത്. അപ്പോൾ അതെനിക്ക് നാളെയും ചെയ്യണം. പിന്നെ ഈ നമ്മുടെ വിനായക ചതുർത്ഥിയുടെ പൂജ വരുന്നത് ഇതിപ്പോൾ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 7:30 തൊട്ട് 8:30 വരെ സമയത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ എൻ്റെ നോർമൽ പൂജകളാണ്. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റു, അതായത് വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് എണീറ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചു, കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു 5 മണിയായി കേട്ടോ കത്തിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വെള്ളിയാഴ്ച വൈകിട്ടാണ് നമുക്ക് ഗണപതിനെ വെക്കേണ്ടത്. അപ്പോൾ എനിക്ക് ക്ലേ ഗണപതിനെ കിട്ടിയില്ല കേട്ടോ. കാരണം ഇവിടെ അത് അത്രയില്ല. ഞാൻ ഈ പൂജയൊക്കെ ഫോളോ ചെയ്യുന്നത് ഞാൻ കോയമ്പത്തൂർ നിന്നപ്പം ഉണ്ടായിരുന്ന അവരുടെ ഒരു സ്റ്റൈലിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പാലക്കാടൊക്കെ ആണെങ്കിൽ ക്ലേ ഗണപതിനെ കിട്ടാറുണ്ട്, ഇവിടെ കിട്ടാറില്ല. അങ്ങനെ പിന്നെ നാരു എനിക്കൊരു മഞ്ഞൾ ഗണപതിനെ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാരുവാണ് ചെയ്തത്. നല്ല രസമുണ്ടല്ലോ, പെയിൻറ്റിങ് ഉൾപ്പെടെ ഒക്കെ നാരുവാണ് കേട്ടോ ചെയ്തത്. നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വൈകിട്ട് 5 മണിക്കാണ് ഈ ഗണപതിനെ വെച്ചിട്ട് വെക്കേണ്ട ടൈമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈവനിങ്, അതായത് നമുക്ക് ഈ വെള്ളിയാഴ്ച വൈകിട്ടത്തേക്കുള്ള പ്രസാദങ്ങളെല്ലാം റെഡിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പൂജ ചെയ്യുകയാണ്. ഇതൊരു വെള്ളിയാഴ്ച ദിവസം 7:30 തൊട്ട് 8:30 വരെയുള്ള ടൈമിലാണ്. അപ്പോൾ നിവേദ്യമായിട്ട് ഞാൻ മോദകം വെച്ചിട്ടുണ്ട്, പിന്നെ കൽക്കണ്ടും ഉണക്കമുന്തിരി, പിന്നെ പാൽപ്പായസം, ചോളം, പിന്നെ ഈ ഗണപതി ഹോമത്തിനൊക്കെ ചെയ്യുന്ന പ്രസാദം ഉണ്ടല്ലോ അത് ചെയ്തിട്ടുണ്ട്. തേങ്ങ, പഴം, പിന്നെ നമ്മുടെ എന്തായിരുന്നു കരിമ്പ്, ഇത്രയാണ് കേട്ടോ വെച്ചത്. എന്നിട്ട് പൂജകളൊക്കെ ചെയ്തു. നല്ല രീതിയിൽ വെള്ളിയാഴ്ച ദിവസം എനിക്കെല്ലാം ചെയ്യാൻ പറ്റി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ച എന്ന് പറയുന്നത് 2 നേരമാണ് പൂജ ചെയ്യേണ്ടത്, രാവിലെയും വൈകിട്ടാണ് കേട്ടോ. രാവിലെ നമ്മുടെ നോർമൽ ടൈമല്ല, രാവിലെ ഒരു 8 മണി തൊട്ട് 9 മണിക്ക് ഇടയിലാണ് കേട്ടോ നമ്മൾ പൂജകൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസത്തെ പൂജയാണ്. അപ്പം നോർമൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞാൻ വെള്ളിയാഴ്ച 6 മണിക്ക് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പൂജകളും ചെയ്തു. ഇതിപ്പോൾ അടുത്ത ദിവസത്തെയാണ് കാണുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലത്തെയാണ് പഞ്ചാമൃതവും ഓമപ്പൊടിയും പാലും പിന്നെ നമ്മുടെ കരിമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ പൂജയിൽ ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ പാവൻ ചെറിയ എൻ്റെ കൂടെ എഴുന്നേറ്റിട്ട് ആൾ ഉറക്കമാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇത് ശനിയാഴ്ച ദിവസം രാവിലെ പൂജയായിരുന്നു കണ്ടത്. ഇതിപ്പോൾ ശനിയാഴ്ച ദിവസം വൈകിട്ടത്തെ പൂജയ്ക്കുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 4 പൂജയാണ് കേട്ടോ ടോട്ടൽ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനായിട്ട് കടും പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ കുഴക്കട്ട ഉണ്ടാക്കി, പിന്നെ ഇലയട ഉണ്ടാക്കിയായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വൈകിട്ട് ചെയ്തത്. എനിക്കെന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ തന്നെ എനിക്ക് വെക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റി ഈ 3 ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം വെച്ചിരിക്കുന്ന കടുംപായസം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കടല, ഈ സുണ്ടലെന്നൊക്കെ പറയുമല്ലോ, അതാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ കൊഴുക്കട്ടയുണ്ട്, ഇലയടയുണ്ട്, ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. പിന്നെ കരിമ്പും പഴവും മസ്റ്റാണ്. ആൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വൈകിട്ടും എനിക്ക് പൂജ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇത് ശനിയാഴ്ച ദിവസത്തെയാണ് കേട്ടോ, സോറി കേട്ടോ. പിന്നെ ഞായറാഴ്ച ദിവസം വൈകിട്ടാണ് നമ്മൾ നിമജ്ജനം ചെയ്യുന്നത്. ഇതൊരു 3 മണിക്കാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് കടലിൽ കൊണ്ടുപോയി ഒഴുക്കുക, ഇതാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഞായറാഴ്ച ദിവസം രാവിലത്തെ പൂജയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇമോഷണലി ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം 3 ദിവസം നമ്മൾ ഒരു അമ്മേനെ പോലെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയ ഒരാളെ നമ്മൾ പറഞ്ഞയക്കുകയല്ലേ. പക്ഷെ നമ്മൾ പാർവതി ദേവിക്ക് കൊടുത്ത വാക്കാണല്ലോ 3ാമത്തെ ദിവസം നമ്മൾ തിരിച്ചയച്ചേക്കുക എന്നുള്ളത്. ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതിൽ നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ.